നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഏതാനും കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഗുജറാത്തിലെ കച്ചിൽ. ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഗുജറാത്തിലെ കച്ചിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ സന്ദർശിച്ച രാജ്യങ്ങൾ? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ സന്ദർശിച്ച രാജ്യങ്ങൾ 33. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ സന്ദർശിച്ച രാജ്യങ്ങൾ 33. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: UN പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? UN പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബെയർബോക്ക്. അനലീന ബെയർബോക്ക്. ജർമ്മനിയിലെ മുൻ വിദേശകാര്യ മന്ത്രിയാണ് അനലീന ബെയർബോക്ക്. UN പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബെയർബോക്ക്. ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം? ഉത്തരം ചൈന. അഞ്ചാമത്തെ ചോദ്യം: ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ. ഉത്തരം കൂടെയുണ്ട് കരുത്തേകാൻ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഉത്തരം കൂടെയുണ്ട് കരുത്തേകാൻ. ആറാമത്തെ ചോദ്യം: കാശ്മീരിലെ ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കാനും യാത്രക്കാരുടെ ആശങ്കകൾ അകറ്റാനും ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച പ്രചാരണ പരിപാടി? കാശ്മീരിലെ ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കാനും യാത്രക്കാരുടെ ആശങ്കകൾ അകറ്റാനും ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച പ്രചാരണ പരിപാടി? ഉത്തരം റാലി ഫോർ ദി വാലി. ഉത്തരം റാലി ഫോർ ദി വാലി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ഉത്തരം MS ധോണി. ഉത്തരം MS ധോണി. 72ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി? 72ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി? എട്ടാമത്തെ ക്വസ്റ്റ്യൻ: 72ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി? ഹൈദരാബാദ്, തെലുങ്കാന. 72ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി? ഹൈദരാബാദ്, തെലുങ്കാന. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: മിസ് വേൾഡ് 2025. മിസ് വേൾഡ് 2025 ഒപ്പാൽ സുജാത. മിസ് വേൾഡ് 2025. ഉത്തരം ഒപ്പാൽ സുജാത. മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ തായ്ലാൻഡുകാരിയാണ് ഒപ്പാൽ സുജാത. മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ തായ്ലാൻഡുകാരിയാണ് ഒപ്പാൽ സുജാത. പത്താമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പാക്കുന്ന പദ്ധതി? സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം പ്രകൃതി പാഠം. ഉത്തരം പ്രകൃതി പാഠം. 11ാമത്തെ ക്വസ്റ്റ്യൻ: 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം? 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം ആഗോള പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ആഗോള പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 12ാമത്തെ ചോദ്യം: 2025 ആഗോള പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ. റിപ്പബ്ലിക് ഓഫ് കൊറിയ. 13ാമത്തെ ചോദ്യം:
ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ. ഉത്തരം: ഒരു തൈ നടാം. ഒരു തൈ നടാം. 14-ാമത്തെ ചോദ്യം. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം. 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം: രാജസ്ഥാൻ. രാജസ്ഥാൻ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ വൽകൃത ആദിവാസി കോളനി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവൽകൃത ആദിവാസ കോളനി. ഉത്തരം: നടുപതി. ഉത്തരം: നടുപതി. 16-ാമത്തെ ചോദ്യം. സ്പൈസസ് ബോർഡ് അടുത്തിടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇനം. സ്പൈസസ് ബോർഡ് അടുത്തിടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇനം. ഉലുവയില. ഉത്തരം: ഉലുവയില. 17-ാമത്തെ ചോദ്യം. 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായി തിരഞ്ഞെടുത്തത്. 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായി തിരഞ്ഞെടുത്തത്. ഉത്തരം: ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉത്തരം: ക്രിസ്ത്യാനോ റൊണാൾഡോ. 18-ാമത്തെ ചോദ്യം. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം: നീരജ് ചോപ്ര. ഉത്തരം: നീരജ് ചോപ്ര. 19-ാമത്തെ ചോദ്യം. ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡിന് അർഹയായ വ്യക്തി. ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡിന് അർഹനായ വ്യക്തി. ഉത്തരം: മഞ്ജു വെള്ളായിനി. ഉത്തരം: മഞ്ജു വെള്ളായിനി. കവിത ജലജമന്തികൾ. കവിത ജലജമന്തികൾ. ചോദ്യം 20. അടുത്തിടെ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം 9 മണിക്കൂറിൽ നിന്ന് 10 മണിക്കൂറാക്കി ഉയർത്തിയ സംസ്ഥാനം. അടുത്തിടെ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം 9 മണിക്കൂറിൽ നിന്ന് 10 മണിക്കൂറാക്കി ഉയർത്തിയ സംസ്ഥാനം. ഉത്തരം: ആന്ധ്രാപ്രദേശ്. ഉത്തരം: ആന്ധ്രാപ്രദേശ്.